പാലക്കാട് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടിയെ ബി.ജെ.പി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം തടഞ്ഞു. പ്രചാരണത്തിനിടെ തടയുന്ന ഒരു സംഭവം അതിന് വീഡിയോസ് ഒക്കെ പുറത്തു വന്നിരുന്നു. അപ്പൊ അതിനെതിരെ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി പറയുന്നുണ്ട്, ഇത് ബി.ജെ.പിയുടെ സ്ഥിരം ഈ രീതിയിലുള്ള ഒരു ആക്രമണം ബി.ജെ.പിയുടെ രീതിയാണെന്ന് മുഖ്യമന്ത്രി തന്നെ തുറന്നു പറഞ്ഞിരിക്കുക. അതായത് ജനാധിപത്യ മര്യാദ പുലർത്തണം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശരിക്കും ബി.ജെ.പിക്കാരിത് കുറച്ചെങ്കിലും മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഒരിടത്തേക്ക് എത്താനും അവിടെ വോട്ടഭ്യർത്ഥിക്കാനും ഒക്കെയുള്ള ഒരു അവകാശം, അധികാരം എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ രമേശ് പിഷാരടിയോ അല്ലെങ്കിൽ ശോഭ സുരേന്ദ്രനോ അല്ല NRM റസാക്കോ ആർക്ക് വേണമെങ്കിലും അവരവരുടെ നിയോജക മണ്ഡലത്തിൽ അവർ സ്ഥാനാർത്ഥിയായിട്ടിരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ വോട്ടഭ്യർത്ഥിക്കാം. ഇവിടെ ഇതൊരു തരം അസഹിഷ്ണുതാപരമായ സമീപനമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ജനാധിപത്യ വ്യവസ്ഥിതിക്ക് എതിരാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്കറിയാം, വോട്ട് ചോദിച്ചുകൊണ്ട് വീടുകളിലേക്ക് കയറാറുണ്ട്. സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒക്കെ വോട്ട് ചോദിച്ച് വീടുകളിലേക്ക് പോകാറുണ്ട്. എന്നാൽ ആ വീട്ടിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ എന്ന് അന്വേഷിച്ചിട്ടല്ലല്ലോ, ഇനിയല്ല ജമാഅത്തെ ഇസ്ലാമിയാണോ SDP ആണോ എന്ന് അന്വേഷിച്ചിട്ടാണോ ഈ സ്ഥാനാർത്ഥികളുടെ വോട്ട് ചോദിക്കാൻ ചെല്ലുന്നത്? അല്ല, അവിടെയുള്ള ഒരു സമ്മതിദായകനെ കാണാനാണ് പോകുന്നത്. അതൊരു പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ ആവാം, SDP ആവാം, ഇനി അതല്ല പിന്നെ ഈ പറയുന്ന പോലെ BJP-കാരൻ്റെ ആവാം, എന്തുമാകാം. അപ്പൊ അവിടെ വോട്ട് അഭ്യർത്ഥിക്കാൻ തെറ്റൊന്നുമില്ല. അതിനെ തടയാൻ പാടില്ല. അങ്ങനെ തടഞ്ഞുകൊണ്ട് ഇവിടെ തടയാൻ തുടങ്ങി കഴിഞ്ഞാൽ UDF-കാരും LDF കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ BJP-കാരും ഒറ്റ ഒരെണ്ണം പുറത്തിറങ്ങത്തില്ല. അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇവർക്ക് രണ്ടുപേർക്കും ഈ രണ്ടുപേരും കൂടെ ഒന്ന് ഒത്തു കഴിഞ്ഞാൽ BJP സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രചരണത്തിന് വിടുന്നില്ല എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ BJP-കാർക്ക് അനങ്ങാൻ പറ്റുമോ? 4 വശത്തുനിന്ന് LDF-ഉം UDF-ഉം കയറി ബ്ലോക്ക് ചെയ്യുവരെ. അത് ഒരിക്കലും ഈ പറയുന്ന പോലെ ജനാധിപത്യ ധ്വംസനമാണ്. ഇക്കണക്കിന് ഇവർക്ക് അധികാരം കിട്ടി ഒരു 3 or 4 സീറ്റിലൊക്കെ ഇവർ വിജയിച്ചുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇവിടെ അത് തന്നെയാണ് ഇപ്പൊ മുഖ്യമന്ത്രിയും പറഞ്ഞേക്കുന്നത്. അതേ ഒരു ആശങ്കയാണ്, ഇവരുടെ കയ്യിലേക്ക് ഭരണം കിട്ടിയാലുള്ള അവസ്ഥ എന്താകുമെന്ന്. അതെ, ഇവിടെ കേരളത്തിന്റെ സ്വാതന്ത്ര്യം ഇവിടെ പോയി അവസാനിക്കുന്ന ആലോചിക്കും. ഇവരിപ്പോഴും ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. അതായത് ഈ പറയുന്ന പോലെ ഇവരുടെ വിചാരം ഇതിൽ ഉത്തരേന്ത്യയാണ്. BJP-കാർക്ക് മാത്രമേ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ പ്രചരണം നടത്താൻ കഴിയുള്ളൂ. BJP-കാർക്ക് മാത്രമേ ഇവിടെ ഇറങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവരെല്ലാം ഞങ്ങൾ തടയും. അസഹിഷ്ണുതാപരമായ സമീപനം, അത് തെറ്റായ സമീപനം, തെറ്റായ ഒരു കീഴ്വഴക്കമാണെന്നേ. ഇത് ഉത്തരേന്ത്യ അല്ല, മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് കേരളമാണ്. ഈ കേരളത്തിൽ ജനാധിപത്യ വിശ്വാസികൾക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടന്വേഷിക്കാൻ ഇറങ്ങുന്ന സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആർക്കും അതിനുള്ള അവകാശമുണ്ട്. ഇതിപ്പോ നമ്മൾ നോക്കിയേ, ഇടതുപക്ഷത്തിലുള്ള മിക്കവാറും മിക്കവാറും ഈ പറയുന്ന റസാഖ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. ഇത് തെറ്റായ സമീപനമാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് അധികാരം കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പം കേരളത്തിന്റെ പകുതിയോളം ഇവർ വിഴുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. അതായത് നമ്മുടെ കേരളത്തിന്റെ ഇതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ BJP അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മുന്നണി ഇല്ലാതെയാവും. ആ മുന്നണി മിക്കവാറും UDF തന്നെ ആവാനാണ് സാധ്യത. അതിനുള്ള പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമുക്കറിയാം. കാര്യം പലയിടങ്ങളിലും UDF തന്നെയാണ്, UDF-ൽ നിന്നുള്ള വോട്ടുകൾ തന്നെയാണ് BJP-ക്ക് വലിയ കൈക്കരുത്തായി മാറുന്നത്. അപ്പൊ പലതും UDF-ൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന വോട്ടുകൾ കൊണ്ട് BJP വലിയ ശക്തമായ ഒരു കോട്ടയൊക്കെ കിട്ടും. ആ കോട്ട അങ്ങോട്ട് കെട്ടിക്കഴിയുമ്പോഴത്തേക്കുള്ള പ്രശ്നം, ഇവിടെ ഈ പറയുന്ന UDF എന്ന് പറയുന്ന ഒരു മതേതര മുന്നണി ഇല്ലാതായി മാറുന്നു. അതിന് പകരം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു വർഗീയ ശക്തിയുടെ ഒരു മുന്നണിയുടെ രൂപീകരിക്കപ്പെടുന്നു. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയൊക്കെ കൂടെ ഇപ്പം ഈ പറയുന്ന ആ രീതിയിലുള്ള ഒരു NDA മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ വായിന്ന് വീഴുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഒരു ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളിൽ അടിയുറച്ച് നിന്ന് പോകുന്ന ഒരാൾ പറയുന്ന വാചകങ്ങളൊന്നും അല്ല ഈ വെള്ളാപ്പള്ളിയുടെ വായിൽ നിന്ന് വീഴും, നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പം PC ജോർജ് അടക്കം, ക്രൈസ്തവരെ അടക്കം, സ്വന്തം സമുദായത്തെ അടക്കം തള്ളി പറഞ്ഞിരിക്കുന്ന ഒരാളാണ് PC ജോർജ്. അപ്പൊ ഒരു പുരോഹിതൻ പറഞ്ഞ പോലെ അയാളുടെ നാക്കിന് ഈ തോക്കിന് മാത്രമേ ഉള്ളൂ ലൈസൻസ് എന്ന് പറയുന്ന പോലെ. അപ്പം ഈ പറയുന്ന PC ജോർജ് അടക്കമുള്ള സമുദായ വഞ്ചകന്മാരുടെ ഗ്രൂപ്പുകൾ വരെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കയറി നേരത്തെ അൽഫോൺസ് കണ്ണന്താനം ഉണ്ടായിരുന്നു, ഇപ്പൊ ജോർജ് കുര്യനുണ്ട്. അങ്ങനെ സ്വന്തം സമുദായത്തെ പോലും വഞ്ചിക്കുന്നവരുടെ കൂട്ടമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ
ഈ നിലയ്ക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ BJP എന്ന് പറയുന്ന ഒരു ശക്തിയായിട്ട് വളർന്നു വരുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ജനാധിപത്യ ക്രമത്തിന് ഇവർ അട്ടിമറിക്കും. ഇപ്പൊ നമ്മൾ 2020 എന്ന് പറയുന്ന ഒരു പാർട്ടിയെ കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു ജനാധിപത്യ ക്രമത്തെ അട്ടിമറിക്കുകയാണ്. അവിടെ ജനാധിപത്യത്തിനപ്പുറത്തേക്ക് പണാധിപത്യം എന്ന് പറയുന്ന ഒരു സംഭവത്തെ കൊണ്ടുവന്ന് അവർ ബിൽഡ് ചെയ്തു. അതുകൊണ്ടാണ് അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. എന്ന് പറയുന്ന പോലെ ഇവിടെ വർഗീയ ശക്തികൾ ഈ പറയുന്ന BJPയുടെ പങ്കുപറ്റി ജീവിക്കും. പങ്കുപറ്റി ജീവിക്കുന്നതിലൂടെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ശക്തി പ്രാപിക്കുന്നു. ശക്തി പ്രാപിച്ചിട്ട് ഈ പറയുന്ന CPM അടക്കമുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഹിന്ദു വർഗീയത എന്ന് പറയുന്ന ഒരു ശക്തമായ ഒരു ആശയമായി മാറുന്നു. ബാക്കിയുള്ളവരെ ഒന്നും പ്രവർത്തിക്കാൻ വിടാത്ത തരത്തിലേക്ക് ഇപ്പം ബൂത്ത് കയ്യേറ്റങ്ങൾ, ബൂത്ത് പിടിച്ചെടുക്കൽ, ഇവിടെ ഇനി വരാൻ പോകുന്ന ഉത്തരേന്ത്യയിൽ നിന്ന് എത്ര പേര് വരുമെന്നുള്ളതാ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് കരമന ജയന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഏതോ ഒരു അഘോരി വന്നു എന്ന് പറയുന്നു. അപ്പം ഇനി ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ നിരവധി ആൾക്കാർ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? നാളെ ബൂത്ത് പിടിച്ചെടുക്കൽ വരെ ഉണ്ടായാൽ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മള് ഉണ്ടായെന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഉണ്ടാ. അപ്പൊ ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഉത്തരേന്ത്യയിൽ എവിടെയോ ഒരു ഇതിനു വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പോലീസ് ബറ്റാലിയനെ അവിടെ നിയോഗിക്കുകയാണ്, അവിടെ ഇലക്ഷന് വേണ്ടിയിട്ട്. അവിടെ ഏറ്റവും വലിയ പ്രശ്നം ബൂത്ത് പിടിച്ചെടുക്കല. തോന്നുന്ന പോലെ വരിക, തോക്കുമായിട്ട് വരിക, ബൂത്ത് പിടിക്കുക, വോട്ട് ചെയ്തിട്ട് പോരുക എന്ന് പറയുന്നൊരു രീതി അവിടെയുണ്ട്. എന്ന് പറയുന്ന പോലെ ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ കേരളത്തിലേക്ക് അടുത്ത നാളെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. തോന്നിയ പോലെ ആരൊക്കെ വരുന്നു, വോട്ട് ചെയ്യുന്നു, പോകുന്നു. ബൂത്ത് പിടിച്ചെടുക്കലുകൾ വരെ നടക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു അക്രമ സ്വഭാവമുള്ള, അല്ലെങ്കിൽ ഇവർക്ക് എന്തിനാണ് രമേശ് പിഷാരടിയെ പോലെ അല്ലെങ്കിൽ അസഹിഷ്ണുതയുടെ കാര്യം എന്താണ്? ഈ പറയുന്ന ഇവര് ശോഭാ സുരേന്ദ്രൻ അത്ര നല്ല പുള്ളിയാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പം ഹിന്ദു വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നവരാണ് ഇവരെല്ലാം. ഇപ്പൊ B. ഗോപാലകൃഷ്ണൻ ഹിന്ദു വർഗീയത നേരിട്ട് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുകയാണ്. SDPIക്കാരും ഒക്കെ ഭരിക്കുന്ന ഒരിടമായി ഇവിടെ മാറും എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇവിടെ മലപ്പുറത്തേക്ക് പിന്നെ ഇദ്ദേഹത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മലപ്പുറത്തേക്ക് പരിഗണിച്ചപ്പോൾ SDPIക്കാർ പറഞ്ഞതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിയെ അവിടേക്ക് പരിഗണിച്ചത് എന്ന്. എന്തിനാ മറ്റൊരു പാർട്ടിയുടെ കാര്യം എന്തിനാണ് ഈ പറയുന്ന പിന്നെ ശോഭാ സുരേന്ദ്രൻ പറയേണ്ട ആവശ്യം? കുഞ്ഞാലിക്കുട്ടിയെ മലപ്പുറത്തേക്ക് വേങ്ങരയിൽ നിന്നിട്ട് കുഞ്ഞാലിക്കുട്ടിയെ മലപ്പുറത്തേക്ക് പരീക്ഷിച്ചു. അത് പിന്നെ ഇതിന്റെ തീരുമാനം. അപ്പൊ തങ്ങളോട് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് SDPIക്കാര് പറഞ്ഞു അത്രേ, നിങ്ങൾ അവിടെ പരീക്ഷിക്കണം ആരെ, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ എന്ന് ശോഭാ സുരേന്ദ്രൻ പ്രസംഗിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ എങ്ങനെ അറിയുന്നു കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ തങ്ങളിനെ പിന്നെ SDPIക്കാര് കണ്ടുവെന്ന്? പച്ചയ്ക്ക് കള്ളം. എന്തിനാണ് ഈ വർഗീയത പ്രചരിപ്പിക്കുന്നത്? ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്നേ. ഇവർക്കൊന്നും കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളിൽ വർഗീയത എടുത്തിട്ട് അങ്ങ് വിളമ്പുക ചെയ്യുന്നത്. മറ്റേ ഈ പറയുന്ന പോലെ SDPIയും ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറയുന്നതിനൊക്കെ എടുത്ത് ആവശ്യമില്ലാത്ത ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഒരു പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇവിടെ എന്തോ ഹിന്ദുക്കളെ എല്ലാം കീഴടക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് പിന്നെ ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരായി മാറുകയാണ് ശരിക്കും ഈ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള കേരളത്തിലെ BJP സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ.